ഇന്ന് ഏറ്റുമാനൂർ പോണ വഴിക്ക് ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഇത്. വൺ ഓഫ് ദ ബെസ്റ്റ് കുസിൻ ആയിരുന്നു. ഇപ്പോൾ സ്റ്റേക്ക് ലവേഴ്സ് ആണെങ്കിൽ ഇത് ശരിക്കും ഹെവി മീലാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചിക്കൻ്റെ സ്റ്റേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി എല്ലാ ടൈപ്പ് സ്റ്റേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ പ്രിഫർ ചെയ്ത് ചിക്കനെ, കാരണം പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങി പോരാമല്ലോ. പിന്നെ ഉണ്ടായിരുന്നു പന്നി, ഇംഗ്ലീഷിൽ പറയുന്നില്ല, പന്നിയുടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പോത്ത് പന്നിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പന്നിയുടെ റിപ്പ് ഞങ്ങൾ പാഴ്സൽ മേടിച്ചായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനകത്ത് എനിക്ക് അല്ലെങ്കിൽ ഈ മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് ബട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന സോസായിരുന്നു. സോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എരി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ ഉപ്പേരി പോലെയുള്ള മറ്റേ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും പയറൊക്കെ കൂടിയും ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത് നല്ലതായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ കഴിച്ചാൽ മതി. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ഉച്ചയ്ക്ക് പോയിരുന്നെങ്കിൽ ബിരിയാണി ആദ്യം ഇതൊക്കെ കഴിച്ച് വയറങ്ങ് നിറയ്ക്കുമല്ലേ. അതിന് പകരം ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി രണ്ട് ബ്രസ്റ്റ് പീസ് മതിയായിരുന്നു കേട്ടോ. അത് തന്നെ ഹെവി ആയിപ്പോയി. എൻ്റെ ഐഡിയ ബീഫിൻ്റെ സ്റ്റീക്ക് കഴിക്കുക എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലും പോയിട്ടൊന്ന് കഴിച്ചു നോക്കണം. ഇനി സ്ലോ കുക്ക് ചെയ്തുണ്ടാക്കുന്നതാണ്, ഭയങ്കര ടേസ്റ്റാണ്, അതിങ്ങനെ കുടഞ്ഞിട്ട് വീഴും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് കഴിച്ചു നോക്കണം. അത് ദിവസം ഞങ്ങൾ പോയിട്ട് കഴിച്ചിട്ടോ, എറണാകുളത്ത് അവിടെ വെച്ചിട്ട്. പക്ഷേ അത് കുടഞ്ഞിട്ടിട്ടൊന്നും പോകുന്നില്ല, നല്ല കല്ല് പോലെയായിരുന്നു. കത്തിക്ക് മുറിച്ചിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ ഇനി അടുത്തത് പോകുമ്പം എപ്പോഴെങ്കിലും എറണാകുളത്ത് പോകുമ്പം അത് കഴിച്ചിട്ട് പോകാം. എന്നാലും ഏറ്റുമാനൂർ ഇത്രയും നല്ലൊരു കുസിൻ ഉണ്ടെന്ന് ഫസ്റ്റ് ടൈമായിട്ടോ കാണുന്നത്. ഉണ്ടായിട്ടുണ്ടായിരിക്കും, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. നോർമലി ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യുക നല്ല കോട്ടയം മീൻകറിയും കപ്പയായിരിക്കുമേ. അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്നായിരുന്നു. ഞാൻ ആദ്യം ചിക്കൻ ടിക്കയിൽ പിടിച്ചപ്പോൾ ഇതിനുള്ള ഇത്രയും വലിയ കുസിനിലേക്ക് ഇട്ട് നീ ഇതാണോ കഴിക്കണേന്ന് ചോദിച്ചു. പിന്നെ ഇതാവട്ടെ നോക്കുമ്പോൾ കുറേ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് തന്നെ കഴിച്ചു. മീൽസും എല്ലാം ഉണ്ട് കേട്ടോ.